കൈമടക്ക് വാങ്ങുന്നവരെ ആദ്യം ഉപദേശിക്കണം, പിന്നെ നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണരംഗത്ത് വലിയ തോതിൽ പുനർക്രമീകരണം ആവശ്യമാണ്. പുതിയൊരു കേരള മോഡലിന് ഇത് അനിവാര്യമാണ്. ചുവപ്പുനാടയിൽ കുടുങ്ങി ഒടുങ്ങുന്ന ജീവിതങ്ങൾ അനവധിയെന്ന് NGO യൂണിയൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണനിർവഹണ രംഗത്ത് വലിയ തോതിലുള്ള പുനഃക്രമീകരണങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ആ പുനഃക്രമീകരണം ഉണ്ടാവണമെന്ന് പലപ്പോഴും നമ്മൾ പറയുന്നതിൽ വിമുഖതയൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ പുനഃക്രമീകരണത്തിലേക്ക് കടന്നിട്ടില്ല. ആ പുനഃക്രമീകരണത്തിലേക്ക് കടക്കണം എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ കേരള മോഡൽ എന്ന നിലക്ക് നമ്മുടെ വികസന മാതൃകയൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നതും നമ്മൾ തന്നെ അത് പറയുന്നതുമാണ്. എന്നാൽ ഇനിയുള്ള ഘട്ടത്തിൽ പുതിയൊരു കേരള മോഡൽ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ളൊരു മാറ്റം ആവശ്യമാണ്. LDF സർക്കാരിൻ്റേത് ആദ്യ പ്രഖ്യാപനങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. ഇഷ്ടമില്ലാത്തവരെ കള്ളക്കേസിൽ കുടുക്കുകയാണ്. പ്രതിഷേധങ്ങളെ സർക്കാർ മൃഗീയമായി അടിച്ചമർത്തുന്നുവെന്നും സുധീരന്റെ വിമർശനം. അതേസമയം ബിജു രമേശിന്റെ മകളുടെ വിവാഹ നിശ്ചയ ചടങ്ങിന് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും അതായിരുന്നു പാർട്ടിയുടെ നിലപാട്. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ചടങ്ങിൽ പങ്കെടുത്തത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തിയെന്നും സുധീരൻ പറഞ്ഞു. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് വസ്തുതകളെല്ലാം മാധ്യമങ്ങളോട് പറയുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. പ്രതിയുടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തി. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ വീഴ്ചയുണ്ടായെന്ന ആരോപണം പിന്നീട് പരിശോധിക്കുമെന്നും ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി അലക്സ് ചേരുന്നു. അലക്സ്, അന്വേഷണത്തിന്റെ കാര്യം സംബന്ധിച്ചും ഇപ്പോഴത്തെ ഘട്ടമൊക്കെയും എന്താണ് അദ്ദേഹം പറഞ്ഞത്? പ്രജീഷ്, അല്പം മുമ്പാണ് എറണാകുളത്ത് DGP ലോക്നാഥ് ബെഹ്റ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ വീഴ്ചയുണ്ടായോ എന്ന കാര്യം പിന്നീട്, അതായത് അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ പരിശോധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ജിഷ കൊലപാതകം നടന്ന ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസ് അന്വേഷണത്തോട് അലംഭാവം കാണിച്ചിരുന്നു. തെളിവ് ശേഖരിക്കുന്നതിൽ ലോക്കൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നതടക്കമുള്ള വലിയ ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ നിലനിന്നിരുന്നു. അത്തരത്തിലേക്കുള്ള ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അങ്ങനെ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ വീഴ്ചയുണ്ടായെങ്കിൽ ആ കാര്യം പിന്നീട് പരിശോധിക്കും. നിലവിൽ ജിഷ കൊലപാതക കേസ് അന്വേഷണത്തിനാണ് ശ്രദ്ധ കൊടുക്കുന്നത്. അതാദ്യം കഴിയട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊന്ന്, കുറ്റപത്രം നൽകുന്നതിന് മുൻപ് അല്ലെങ്കിൽ കുറ്റപത്രം നൽകുന്നതിന് മുന്നോടിയായി കേസ് സംബന്ധിച്ച കാര്യങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കും. മാധ്യമങ്ങളോട് അതിനെ സംബന്ധിച്ചുള്ള മുഴുവൻ കാര്യങ്ങൾ സംസാരിക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെ നേരത്തെ പലവട്ടം മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരുന്നു കേസിന്റെ യാതൊരുവിധ വിവരങ്ങളും പുറത്തു വരുന്നില്ല എന്ന്. അതിനോടൊക്കെയുള്ള മറുപടിയായി DGP ലോക്നാഥ് ബെഹ്റ പ്രതികരിച്ചതാണ് ഇങ്ങനെ. കാരണം ഇത് അന്വേഷണത്തിന്റെ പരിധിയിലിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെ സംബന്ധിച്ച ഒരു കമന്റ് പറയാൻ ഇപ്പോൾ ഞാൻ തയ്യാറല്ല. അത് അന്വേഷണത്തെ കാര്യമായി ബാധിക്കും. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിയുടെ ചിത്രം ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇത് ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡിലടക്കം പ്രതിയെ തിരിച്ചറിയുന്നതിൽ ബാധിക്കും. കാരണം കേസ് കോടതിയിൽ നിലനിൽക്കണമെങ്കിൽ അത്തരത്തിലുള്ള ചില നിയമ നടപടികളും കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ പ്രതിയുടെ ചിത്രം പ്രസിദ്ധീകരിച്ചതും അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രതീഷ്, അലക്സ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ജിഷ കേസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾക്കെതിരായ DGPയുടെ പരാമർശം അനുചിതമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേസിൽ സെൻകുമാർ അപാകത കാട്ടിയെന്ന് കരുതുന്നില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി. കർണാടകയിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ റാഗ് ചെയ്ത സംഭവത്തിൽ 3 വിദ്യാർത്ഥിനികൾ റിമാൻഡിൽ. മലയാളികളായ സീനിയർ വിദ്യാർത്ഥിനികളെയാണ് റിമാൻഡ് ചെയ്ത് കർണാടക സെൻട്രൽ ജയിലിലേക്ക് ഇവരെ മാറ്റി. കേസിൽ തിങ്കളാഴ്ചയോടെ പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട്ടെത്തി റാഗിങ്ങിനിരയായ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും. ഇന്നലെ രാത്രിയാണ് 3 മലയാളി വിദ്യാർത്ഥിനികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. കൊല്ലം സ്വദേശി ലക്ഷ്മി, ഇടുക്കി സ്വദേശി ആതിര, കൃഷ്ണപ്രിയ എന്നീ വിദ്യാർത്ഥിനികളാണ് അറസ്റ്റിലായത്. റാഗിങ്ങിനിരയായ അശ്വതിയുടെ റൂംമേറ്റ് സായി നിഹിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സീനിയർ വിദ്യാർത്ഥിനികൾക്കെതിരെ പോലീസ് നടപടിയെടുത്തത്. നേരത്തെ 5 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് മറ്റു 2 പ്രതികൾക്കായുള്ള അന്വേഷണത്തിലാണ്. ശുചീകരണ ലായനി പെൺകുട്ടി സ്വമേധയാ എടുത്തു കുടിച്ചതാണെന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് ജുഡീഷ്യൽ കസ്റ്റഡി ആവശ്യപ്പെടും. അതേസമയം പ്രതികളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഗുൽബർഗ റാസ ഡിവൈഎസ്പി ജാൻവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട് എത്തിയ ശേഷം മാത്രമേ
പെൺകുട്ടിയിൽ നിന്ന് മൊഴിയെടുക്കൂ എന്നാണ് സൂചന. കോഴിക്കോടെത്തിയ അന്വേഷണ സംഘത്തിലെ ആദ്യ അംഗങ്ങൾ കോഴിക്കോട് തുടരും. നിലവിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പെൺകുട്ടിയെ എൻഡോസ്കോപ്പിക്ക് വിധേയയാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്പോർട്സ് കൗൺസിൽ ലോട്ടറിയിൽ അഴിമതി നടന്നിട്ടില്ലെന്ന് ടി.പി. ദാസൻ. പഞ്ചായത്ത് സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിറ്റ ടിക്കറ്റിന്റെ തുക ഇനിയും ലഭിക്കാനുണ്ട്. അഞ്ജുവിന്റെ ആരോപണം കാര്യങ്ങൾ മനസ്സിലാക്കാതെ അനവസരത്തിലാണെന്നും ടി.പി. ദാസൻ പറഞ്ഞു. വിശദാംശങ്ങളുമായി മേഘ മാധവൻ ചേരുന്നു. മേഘ, ഏറെ വിവാദങ്ങൾക്കിടയാക്കിക്കൊണ്ട് അഞ്ജു പടിയിറങ്ങിയപ്പോഴും ആവർത്തിച്ച കാര്യങ്ങളായിരുന്നു ലോട്ടറി സംബന്ധിച്ച വിവാദങ്ങൾ. ഇക്കാര്യത്തിൽ ടി.പി. ദാസിന് പറയാനുള്ളത്? പ്രതീക്ഷ ശക്തമായ ഭാഷയിൽ തന്നെയാണ് മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയായ ടി.പി. ദാസൻ പ്രതികരിച്ചത്. ഇതിൽ ഒരു അഴിമതിയും സ്പോർട്സ് ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതിയും നടന്നിട്ടില്ല എന്നാണ് ടി.പി. ദാസൻ പറയുന്നത്. 1,35,39,150 രൂപ ലോട്ടറി നൽകിയതുമായി ബന്ധപ്പെട്ട് ലഭിക്കാനുണ്ട്. അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയ ലോട്ടറി നൽകുന്ന സമയത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു. അത് പൈസ തിരിച്ചു നൽകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സർക്കാർ അവർക്ക് നൽകുന്ന ഗ്രാന്റിൽ നിന്നും ആ പൈസ പിടിക്കും എന്നൊരു റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആ നടപടികൾ ഒന്നും നടപ്പാക്കിയില്ല. അതുകൊണ്ട് തന്നെ 1,35,39,150 രൂപ ലഭിക്കാനുണ്ട്. അത് ഗഡുക്കളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സ്പോർട്സ് കൗൺസിൽ, സ്റ്റേറ്റ് കൗൺസിലിനൊക്കെ അത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജിലൻസ് അന്വേഷണം സംഭവവുമായി ബന്ധപ്പെട്ട് ആവശ്യമെങ്കിൽ നടക്കട്ടെ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ സംഭവവുമായി ബന്ധപ്പെട്ട് വ്യക്തമാകും. ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് കോച്ചായി നിൽക്കുക എന്നത് ഒരു തരത്തിലും അഭികാമ്യമായ കാര്യമല്ല. അത് നടപ്പാക്കാനും പാടില്ല. അജിത് മാർക്കോസിന് വേണ്ടത്ര യോഗ്യതയും ഇല്ല എന്നത് വ്യക്തമാകുന്ന സംഭവമാണ്. അഞ്ജു ബോബി ജോർജിന്റെ ആരോപണം എന്ന് പറയുന്നത് അനവസരത്തിലാണ്. അഞ്ജു കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നും ടി.പി. ദാസൻ വ്യക്തമാക്കി. ഒപ്പം തന്നെ ഒരു സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി നൽകിയ കത്ത്, അന്നത്തെ സർക്കാർ നൽകിയ കത്ത് മാധ്യമങ്ങൾക്ക് നൽകിക്കൊണ്ട് തന്നെയാണ് ടി.പി. ദാസൻ വാർത്താ സമ്മേളനത്തിൽ നടത്തിയത്. ആ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഒരു തരത്തിലുള്ള ആരോപണവും നടന്നിട്ടില്ല, ഒരു തരത്തിലുള്ള അഴിമതിയും നടന്നിട്ടില്ല എന്ന് ആ കത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മേഘാമാധവനാണ് വിശദാംശങ്ങൾ നൽകിയത്. ദേവസ്വം റിക്രൂട്ട്മെന്റ് നിയമനങ്ങൾ PSCക്ക് വിടാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് NSS ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. 98.15 കോടി രൂപയുടെ ബജറ്റാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അവതരിപ്പിച്ചത്. അതേസമയം വർഗീയതയ്ക്കെതിരായ മൃദു സമീപനം UDFന് തിരിച്ചടിയായെന്ന് സെക്രട്ടറി സുകുമാരൻ നായർ വ്യക്തമാക്കി. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പിരിച്ചുവിടേണ്ടതില്ലെന്ന് R. ബാലകൃഷ്ണപിള്ള. ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ ശരിയല്ല. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ തീരുമാനിക്കേണ്ടത് വിശ്വാസികളാണ്, പൊതുസമൂഹമല്ല അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതെന്നും പിള്ള വ്യക്തമാക്കി. റിക്രൂട്ട്മെന്റ് ബോർഡ് വേണ്ടെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. വേണമെന്ന അഭിപ്രായം. പക്ഷേ അവരുടെ പ്രവർത്തനം ഇതുവരെ അങ്ങോട്ട് ഫലവത്താകാത്തതുകൊണ്ട് ആളുകളുടെ ഇടയ്ക്ക് അതിൽ ഇംപ്രഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ബോർഡിന്റെ തുടക്കം പാടിപ്പോയി. ഇതൊക്കെ തീരുമാനിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൊതുജനങ്ങളല്ല, വിശ്വാസികളാണ്. വിശ്വാസികളാണ് തീരുമാനിക്കേണ്ടത്. തന്ത്രിമാര്, വിശ്വാസികൾ, ഇതിലൊക്കെ ഒരു പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസും ഒരു ജുഡീഷ്യൽ ഇന്റർഫിയറൻസും ശരിയല്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാലിക്കറ്റ് സർവകലാശാല പ്യൂൺ നിയമനത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് VCയെ ഉപരോധിക്കുന്നു. നിയമന ക്രമക്കേട് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടാണ് ഉപരോധിക്കുന്നത്. പുതിയ അന്വേഷണ സംഘത്തെ അംഗീകരിക്കില്ലെന്നും സമരക്കാർ പറയുന്നു. വിശദാംശങ്ങളുമായി കുട്ടൻ ചേരുന്നു. കുട്ടൻ, ജോയിന്റ് രജിസ്ട്രാറടക്കം ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ വ്യക്തമായ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കാതെ പകരം കുറ്റക്കാരെ സംരക്ഷിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുമായി VC മുന്നോട്ട് പോകുന്നു എന്നാണോ സമരക്കാർ പറയുന്നത്? ഏത് രീതിയിലാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത്? പ്രജീഷ്, അങ്ങനെ തന്നെയാണ്. വൈസ് ചാൻസലറുടെ ഈ നിലപാട് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ വൈസ് ചാൻസലർ ഉപരോധിച്ചുകൊണ്ടുള്ള സമരം നടക്കുന്നത്. രാവിലെ ആരംഭിച്ച സമരം ഇപ്പോഴും തുടരുകയാണ്. സമരം ശക്തമാക്കാൻ തന്നെയാണ് ജീവനക്കാരുടെ സംഘടനകളുടെ തീരുമാനം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്യൂൺ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം പീപ്പിൾ TV തെളിവ് സഹിതം വാർത്ത നൽകിയിരുന്നു. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയെ സംബന്ധിച്ച് യൂണിവേഴ്സിറ്റി അധികൃതരോട് വിശദീകരണം തേടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജോയിന്റ് രജിസ്ട്രാറെ സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും രജിസ്ട്രാറും അതുപോലെ തന്നെ രജിസ്ട്രാറുടെ ഓഫീസിലെ ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ
കുറ്റക്കാരാണെന്ന തരത്തിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തത്. ഈ വിഷയത്തിൽ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്നുള്ള സമിതി അന്വേഷിക്കണമെന്നും ജോയിന്റ് രജിസ്ട്രാർ റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റിക്കകത്ത് തന്നെയുള്ള ഒരു സംഘത്തെ അന്വേഷണത്തിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. കോൺഗ്രസ് അനുകൂല സംഘടനയുടെ മുൻ നേതാവും നിലവിലെ PVC-യുമാണ് ഈ സംഘത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമാണ് എന്നും ഈ അന്വേഷണ കമ്മീഷനെ അംഗീകരിക്കില്ല എന്നുമാണ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ പറയുന്നത്. അതുപോലെ തന്നെ അവർ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം, നേരത്തെ ജോയിന്റ് രജിസ്ട്രാർ അന്വേഷിച്ച റിപ്പോർട്ട് ഉടൻ തന്നെ സർക്കാരിലേക്ക് സമർപ്പിക്കണമെന്നും ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. പ്രജീഷ്. PV കുട്ടനാണ് വിശദാംശങ്ങൾ നൽകിയത്. കേരള സാഹിത്യ അക്കാദമിയുടെ ചരിത്രം ഉൾക്കൊള്ളിച്ച് പുറത്തിറക്കിയ പുസ്തകം വിവാദത്തിൽ പുസ്തകത്തിൽ നിർണായക സാഹിത്യ വിവാദങ്ങളും സാമൂഹ്യ വിഷയങ്ങളിലെ അക്കാദമി ഇടപെടലുകളും ഒഴിവാക്കിയതായി ആക്ഷേപം. കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ ദീപശിഖേവ എന്ന ചരിത്ര പുസ്തകത്തിലാണ് നിർണായക സാഹിത്യ വിവാദങ്ങൾ വെട്ടിമാറ്റിയത്. അക്കാദമി ഭരണസമിതി തഴഞ്ഞ G. ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച സംഭവം പുസ്തകത്തിൽ ഇല്ല. അക്കാദമി ചരിത്രത്തിൽ പ്രധാന പങ്കുവഹിച്ച പവനൻ, മുണ്ടശ്ശേരി, സർദാർ KN പണിക്കർ, KP കേശവമേനോൻ തുടങ്ങിയവർക്ക് ഇടമില്ലാത്ത പുസ്തകത്തിൽ നിലവിലെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും അഭിമുഖങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും വളരെയധികം ബോധപൂർവമായ ഇടപെടലുണ്ട്. അങ്ങനെ ഒരു ചരിത്ര പുസ്തകത്തെ ഒരു UDF അനുകൂല ചരിത്ര സോവനിയറാക്കി മാറ്റിയെന്ന മഹാപരാധമാണ് ചെയ്തിട്ടുള്ളത്. കർഷക ആത്മഹത്യക്കെതിരായ ഉയർപ്പ് സമരവും മലയാളത്തിന്റെ പ്രചരണത്തിനായി സംഘടിപ്പിച്ച സാംസ്കാരിക യാത്രയും ഒഴിവാക്കി. എന്നാൽ ലോക മലയാള സമ്മേളനത്തിനായി നിരവധി പേജുകളാണ് മാറ്റിവെച്ചിട്ടുള്ളത്. സാഹിത്യകാരന്മാർ അവാർഡ് തിരികെ നൽകിയ സംഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല. കടാങ്കോട് പ്രഭാകരൻ, C. ഭാമിനി എന്നിവരാണ് പുസ്തകം തയ്യാറാക്കിയത്. എഡിറ്റിംഗിന് ശേഷം ഗ്രന്ഥകർത്താവിനെ കാണിക്കാതെ അച്ചടിച്ച പുസ്തകം പ്രകാശനം നടത്താതെയാണ് വിൽപ്പനയ്ക്കെത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വായനയുടെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തിനായി പുസ്തക വീട് സ്ഥാപിച്ചും വായനാ മരം ഒരുക്കിയും വായനയ്ക്കായി സമയം മാറ്റിവെച്ചും വിദ്യാർത്ഥികളും അധ്യാപകരും രംഗത്ത്. കൊല്ലം കോയിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് വായനാ ദിനാചരണത്തിലൂടെ അക്ഷരങ്ങളെ സ്നേഹിക്കാൻ ഓർമ്മിപ്പിക്കുന്നത്. കശുവണ്ടി തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികളാണ് അധ്യാപകർക്കൊപ്പം അണിനിരന്ന് വായിച്ചു വളരുക എന്ന സന്ദേശം നൽകി വായനാ ദിനാചരണം നടത്തിയത്. കോയിക്കൽ സ്കൂൾ മുറ്റത്തെ കൊന്നമരത്തെ വായനാമരമാക്കി പ്രതീകാത്മകമായി ചില്ലകളിൽ മാധവിക്കുട്ടിയുടെയും പൊറ്റക്കാടിന്റെയും ONVയുടെയും തുടങ്ങി നോവലിസ്റ്റുകളുടെയും സാഹിത്യകാരന്മാരുടെയും കവികളുടെയും വരികൾ കോറിയ കടലാസുകൾ തൂക്കിയിരുന്നു. കൂടാതെ പുസ്തക വീടും ഒരുക്കി. വിദ്യാർത്ഥികൾ, അധ്യാപകർ, പാചക തൊഴിലാളികൾ വരെ ഒരേ സമയം പുസ്തകം വായിച്ചും വായനയുടെ കണ്ണികളായി. കശുവണ്ടി മേഖലയിലെ തൊഴിലാളികളുടെ മക്കൾ മാത്രം പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. വളരെ ചെറിയ സാഹചര്യങ്ങളിൽ വരുന്ന ഈ കുട്ടികൾക്ക് കൊല്ലം കോർപ്പറേഷൻ വളരെയധികം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരെ വായനയുടേതായ ഒരു ലോകത്തേക്ക് കൊണ്ടുവന്ന് പുതിയൊരു ജീവിതം അവരുടെ മക്കൾക്കുണ്ടാകണം എന്ന വലിയൊരു ആഗ്രഹമാണ് ഞങ്ങൾ അധ്യാപകർക്കുള്ളത്. പിന്നെ സ്കൂൾ മുറ്റത്ത് പുസ്തക വീട് ഒരുക്കിയും പുസ്തകമൊരുക്കിയും ഞങ്ങൾ വായന ഒരു ഉത്സവമാക്കുകയാണ്. ഒരുപാട് ഇതെല്ലാം കൊച്ചിലേ ഉള്ള ശീലങ്ങളാണ്. വായിക്കുന്ന എനിക്കിഷ്ടമാണ് വായിക്കുന്നത്. വായനാ ദിനാചരണം കവി സംഘ് ഉദ്ഘാടനം ചെയ്തു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് സരിതയ്ക്ക് തന്നെ കാണാൻ അവസരം ഒരുക്കിയതെന്ന് ഗണേഷ് കുമാർ സോളാർ കമ്മീഷന് മുന്നിൽ മൊഴി നൽകി. ലക്ഷ്മി നായർ എന്ന പേരിൽ 2012 മുതൽ സരിത S. നായരെ അറിയാം. ടീം സോളാർ കമ്പനിയുടെ ജീവനക്കാരി എന്ന നിലയിലാണ് സരിതയെ പരിചയപ്പെട്ടതെന്നും ഗണേഷ് കുമാർ മൊഴി നൽകി. വിശദാംശങ്ങളുമായി അലക്സ് ചേരുന്നു. അലക്സ്, ഗണേഷ് കുമാർ എന്തൊക്കെയാണ് മൊഴി നൽകിയത്? പ്രജീഷ്, ഗണേഷ് കുമാർ സോളാർ കമ്മീഷനിൽ നൽകിയ മൊഴിയാണ് മേൽ പറഞ്ഞത്. അതായത് 2012 മുതൽ സരിതയെ അറിയാം. എന്നാൽ സരിത എന്ന പേരിലല്ല ഇവരെ അറിയുന്നത്, ലക്ഷ്മി നായർ എന്ന പേരിലാണ് ഇവരെ അറിയാവുന്നതെന്ന് ഗണേഷ് കുമാർ സോളാർ കമ്മീഷനിൽ മൊഴി നൽകിയിട്ടുണ്ട്. തൃപ്പൂണിത്തറയിലെ എനർജി മാർട്ട് എന്ന സോളാർ സ്ഥാപനം അതിന്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് തന്നെ ക്ഷണിക്കാൻ താൻ മന്ത്രിയായിരിക്കെ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ സരിത എത്തിയിരുന്നു. സരിതയ്ക്കൊപ്പം ഒരേ യൂണിഫോം ധരിച്ച ഒരു യുവതിയും അതുപോലെ ഒരു പുരുഷനും സരിതയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ പേഴ്സണൽ സ്റ്റാഫിനോട് ഇത് നോക്കി ചെയ്യാൻ ഇതിന് തീരുമാനമെടുക്കാൻ പറഞ്ഞപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് അറിയിച്ചത് അന്ന് ഡേറ്റ് ഇല്ല എന്ന് പേഴ്സണൽ സ്റ്റാഫ് സരിതയെ അറിയിച്ചിരുന്നു. അത് താൻ സരിത അറിയിക്കുകയും ചെയ്തു. എന്നാൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ നിന്ന്, അതായത് ഓഫീസ് സ്റ്റാഫ് ഇടപെട്ട് ആ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ശുപാർശ ചെയ്യുകയായിരുന്നു. അതിനെ തുടർന്ന് താൻ തൃപ്പൂണിത്തറയിലെത്തി എനർജി മാർട്ടിന്റെ ഉദ്ഘാടന വേളയിൽ അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് പങ്കെടുത്തു. സരിത S. നായർ അന്ന് പരിപാടിയിലുണ്ടായിരുന്നു. ബിജു രാധാകൃഷ്ണനെ താൻ കണ്ടിട്ടില്ല. RB നായർ എന്നറിയുന്ന ബിജു രാധാകൃഷ്ണനെ നേരിൽ കണ്ടിട്ടോ ഫോണിൽ സംസാരിച്ചിട്ടോ ഇല്ല.
ബിജുവും സരിതയുമാണ് ഈ സോളാർ കമ്പനിയുടെ ഡയറക്ടർമാർ എന്ന് അറിഞ്ഞിരുന്നില്ല എന്നും ഗണേഷ് കുമാർ സോളാർ കമ്മീഷനിൽ മൊഴി നൽകിയിട്ടുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തന്റെ വീട്ടിൽ സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ടീം സോളാറിന്റെ തന്നെ സോളാർ പാനലാണ് സ്ഥാപിച്ചത്. ഇത് അതിനുശേഷം ഇത് വൈദ്യുതി ബിൽ ഇതിൽ അധികം വരുന്നത് കൊണ്ട് തന്നെ പലതവണ ഇതിന്റെ സ്റ്റാഫുകളെ വിളിച്ച് സോളാർ പാനലിന്റെ സ്റ്റാഫുകളെ ഇവർ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അവർ പലവിധ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. താൻ ഇത് സ്ഥാപിക്കാൻ എന്താണ് കാരണമെന്ന് കമ്മീഷൻ ഗണേഷ് കുമാറിനോട് ചോദിച്ചിരുന്നു. അതിന് ഗണേഷ് കുമാർ നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു. അതായത് സരിത എസ് നായർ നല്ല പെരുമാറ്റവും സംസാരവും